PSQ3C ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. ഇവിടെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നമ്മുടെ സ്ഥാപനം ഏതൊക്കെ കീ ഇൻഡിക്കേറ്റേഴ്സാണ് മേൽനോട്ടം വഹിച്ച്, നമ്മുടെ സ്ഥാപനം ഡയറക്റ്റ് മേൽനോട്ടം വഹിച്ച് അതിൻ്റെ ഔട്ട്കം നോക്കേണ്ടത്, അല്ലെങ്കിൽ പ്രോസസ്സ് നോക്കേണ്ടത്, അതിൻ്റെ സ്ട്രക്ചേഴ്സ് നോക്കേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും NABH തരുന്ന ക്രൈറ്റീരിയസ് ഇൻഡിക്കേറ്റിംഗ് മോണിറ്റേഴ്സ് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നതാണ്. നമ്മൾ റിപ്പീറ്റേഷനായിട്ട് തോന്നും, പക്ഷേ ആ ഒരു ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ തലയിൽ കയറ്റിയാലല്ലേ പറ്റത്തുള്ളൂ. ഒറ്റ സ്റ്റാൻഡേർഡിൽ നമ്മൾ കാണുന്ന ഈ 8 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ പലതും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് തോന്നും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിജിറ്റലൈസേഷൻ നമുക്ക് തരുന്ന വലിയൊരു ഫ്രീഡം ഉണ്ട്. കാരണം ഇവിടെ നമുക്ക് ടേൺ അറൗണ്ട് ടൈം ഓഫ് കൺസൾട്ടേഷൻ, ടേൺ അറൗണ്ട് ടൈം ഓഫ് സർവീസസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരു നോൺ ഡിജിറ്റലൈസ്ഡ് ഹോസ്പിറ്റലിൽ ഇതെടുക്കുന്ന സമയത്തേക്കാൾ വളരെ കുറച്ച് സമയം കൊണ്ട് ഗ്രേപ്സ് കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിൽ നടക്കുന്നത് നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് കാണുന്നതാണ്. സോ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഡിജിറ്റൽ ഹെൽത്ത് എങ്ങനെ സഹായിക്കുന്നു എന്നും കൂടെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന കാര്യത്തിൽ എത്രമാത്രം ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. എപ്പോഴും നമുക്ക് പേഷ്യൻസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, എംപ്ലോയി സാറ്റിസ്ഫാക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻ്റ് ആൻഡ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ദ ഓർഗനൈസേഷൻ ഐഡൻറ്റിഫൈസ് ആൻഡ് മോണിറ്റർ കീ ഇൻഡിക്കേറ്റേഴ്സ് ടു ഓവർസീ മാനേജീരിയൽ സ്ട്രക്ചേഴ്സ്, പ്രോസസ് ആൻഡ് ഔട്ട്കംസ്. അത് കൃത്യമായിട്ടും ഈ ഒരു PSQ, പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്, PSQ3 തേർഡ് സ്റ്റാൻഡേർഡിൻ്റെ തേർഡ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്.